Hello, welcome back to Online Digital Marketing Academy powered by AdSomya. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ് ബ്ലോഗ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് മാനർ നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ലൈക്ക് ടെക്സ്റ്റ് കോണ്ടന്റ്, വീഡിയോ കോണ്ടന്റ് ആൻഡ് ഇമേജ് എക്സെട്ര. ഈ പ്ലാറ്റ്ഫോം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയ ഒരുപാട് ടെംപ്ലേറ്റ്സ് തരുന്നുണ്ട്. നമ്മുടെ ബ്ലോഗിന് ഒരു അട്രാക്റ്റീവ് പേഴ്സണലൈസ്ഡ് ലുക്ക് കിട്ടാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരു ഇൻകം ജനറേറ്റിംഗ് ഫേസ് കൂടി ബ്ലോഗറിനുണ്ട്. യൂസേഴ്സ് ക്യാൻ ഓൾസോ ഇന്റഗ്രേറ്റ് ഗൂഗിൾ ആഡ്സെൻസ് ഫോർ ദെയർ ഏർണിംഗ്സ്. പല ആളുകൾക്കും അവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സത്യത്തിൽ ബ്ലോഗ്. ഇനി എങ്ങനെയാണ് ഒരു ബ്ലോഗ് എഴുതേണ്ടത് നമുക്ക് അറിയണ്ടേ? ബ്ലോഗ് പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു നല്ല സ്റ്റാർട്ടിംഗ് ആകും ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് സ്റ്റെപ്പുകൾ. അതിനാദ്യം നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, ഒരു ഗൂഗിൾ അക്കൗണ്ട് ആണ്. If you don't have one, sign up for a Google account. Google നമുക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ബ്ലോഗർ. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് അത്യാവശ്യമാണ്. അതിനുശേഷം നിങ്ങൾ ബ്ലോഗ് വെബ്സൈറ്റിലേക്ക് പോവുക. just blogger.com. Then simply sign in with your Google account. അപ്പോൾ അവിടെ ന്യൂ ബ്ലോഗ് എന്നൊരു ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ഓൺ ദ ന്യൂ ബ്ലോഗ് ബട്ടൺ ടു സ്റ്റാർട്ട് യുവർ ബ്ലോഗ് ക്രിയേഷൻ പ്രോസസ്. Then fill the blog details. നിങ്ങളുടെ ബ്ലോഗിന് നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. And choose a unique and easy to remember URL. I mean web address. അത് കഴിഞ്ഞ് നമുക്ക് ടെംപ്ലേറ്റ്സിലേക്ക് പോകാം. നിങ്ങളുടെ ബ്ലോഗിന് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റ് ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. യു ക്യാൻ കസ്റ്റമൈസ് ദിസ് ലേറ്റർ ബേസ്ഡ് ഓൺ യുവർ പ്രിഫറൻസസ്. ഇനി നമുക്ക് ബ്ലോഗ് എഴുതി തുടങ്ങിയാലോ? അതിന് ക്രിയേറ്റ് ന്യൂ പോസ്റ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ഫോർമാറ്റ് ചൂസ് ചെയ്യാനും ഇമേജ് ആഡ് ചെയ്യാനും വീഡിയോ ആഡ് ചെയ്യാനും എല്ലാം നമുക്ക് അവിടെ തന്നെ എഡിറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. Then the next thing is add labels. Labels may help us to organize our post. നമ്മുടെ പോസ്റ്റുകൾക്കെല്ലാം റിലവന്റ് ആയിട്ടുള്ള ലേബിൾസ് ആഡ് ചെയ്യുക. It's just to make easier for readers to find content on specific topics. Then we can move to preview and publish. ഇത് യൂസ് ചെയ്യുന്നതോടെ നമ്മുടെ ഓഡിയൻസിന് ഈ ബ്ലോഗ് എങ്ങനെയാണോ കാണാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Once you find it is satisfied, just do click publish to make your post live. ഇത്രയുമാണ് ഒരു ബ്ലോഗ് എഴുതുന്നതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, സെറ്റിംഗ്സ് ടാബായിട്ട് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം കേട്ടോ. നമ്മുടെ ബ്ലോഗിനെ റിലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾ ലൈക്ക് ലേഔട്ട്സ്, കോമന്റ്സ്, അങ്ങനെ പലതും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ മോണിറ്റൈസേഷൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലുള്ള ഫിനാൻഷ്യൽ ഏർണിംഗ്സ് ഉണ്ടാക്കണമെങ്കിൽ സെറ്റിംഗ്സിലെ ഏർണിംഗ്സ് ടാബ് ത്രൂ യു ക്യാൻ ഇന്റഗ്രേറ്റ് ഗൂഗിൾ ആഡ്സെൻസ് ഇൻ യുവർ ബ്ലോഗ്. Then you can simply share your blog post on social media and engage with your audience. So don't forget to subscribe our YouTube channel and do follow our Instagram page for more informative videos like this. We will meet again with next video. Then stay tuned.